ഇന്നത്തെ റെസിപ്പി പപ്പടവടയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് പപ്പടമാണ് എടുത്തിട്ടുള്ളത്. പപ്പടവടയ്ക്ക് വേണ്ട മസാല നമുക്ക് ആദ്യം റെഡിയാക്കാം. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും അര സ്പൂണ് മുളക് പൊടിയും നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് അര സ്പൂണ് നല്ല ജീരകവും 2 സ്പൂണ് എള്ളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെളുത്തുള്ളാണെങ്കിൽ വെളുത്തുള്ളും ഇട്ട് കൊടുക്കുക. പപ്പടത്തിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ മാവിലേക്ക് ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഒരു നുള്ള് കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊടി കുഴച്ചെടുക്കാം. ഇതാ ഞാൻ ഈ പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ദോശമാവിൻ്റെയൊക്കെ പരുവത്തിലാണ് കുഴച്ചെടുത്തത്. നമുക്ക് പപ്പടം അതിലിട്ടാൽ പപ്പടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മാവ് കുറച്ച് നിൽക്കണം. പപ്പടം നമ്മൾ മാവിൽ മുക്കി ഇങ്ങനെ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഈ പപ്പടത്തിന് തണുപ്പൊന്നും ഉണ്ടായിരിക്കരുത്. നമ്മളൊന്ന് വെയിലത്ത് വെച്ച് പപ്പടം ഉണക്കിയിട്ട് മാവിൽ മുക്കിയിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സുഖം ഉണ്ടായിരിക്കും. ഞാനത് പപ്പടം നല്ല മഴയാണ്, അതുകൊണ്ട് ഞാൻ പപ്പടം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടില്ല. എനിക്കിതിൻ്റെ മുന്നേ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയ സമയത്ത് റെഡിയായി വന്ന്. ഇനി നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാനൊരു പപ്പടം എടുത്തിട്ട് ഇത് മാവിലൊന്ന് മുക്കി, പപ്പടത്തിൻ്റെ മുകളിലൊക്കെ മാവ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേതയ്ക്ക് കുറച്ചൊന്ന് എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കാം. നല്ല ഇങ്ങനെ മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടണമെങ്കിൽ ആ മാവിൻ്റെ മുകളിൽ പപ്പടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ മാവ് കുറച്ച് ഉണ്ടായിരിക്കണം. അപ്പം നല്ലൊരു ക്രിസ്പി ആയിരിക്കും. എന്നിട്ട് നമ്മളിത് ഒരു കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഇത് കേടുകൂടാതെ കിട്ടും. ഇതാ 2 സൈഡും വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ മാവൊക്കെ പപ്പടത്തിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ്. കുറച്ചിങ്ങനെ മേതയ്ക്ക് എണ്ണ തൂവാം. ഒരു സൈഡ് വെന്താൽ നമുക്ക് അത് മറിച്ചിട്ട് കൊടുക്കാം. പപ്പടത്തിന് തണുപ്പുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ മാവിൽ മുക്കിയിടാൻ പറ്റില്ലല്ലോ. അപ്പം നല്ല വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയിട്ടുണ്ടെങ്കിൽ പപ്പടത്തിന് ഒരിതുണ്ടാവില്ലേ. ഈ പപ്പടത്തിന് അങ്ങനെ തണുപ്പൊന്നുമില്ല. ഇന്ന് ഒരു സൈഡ് വെന്താൽ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കോരിയെടുക്കാം. ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതധികം എണ്ണയൊന്നും ഇങ്ങനെ കുടിക്കില്ല. അതാ ഇട്ട് കൊടുത്തിരിക്കുന്നത്. തീ ഇങ്ങനെ നന്ന ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ അതിന് നടുക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് അതിങ്ങനെ മൊരിഞ്ഞ് വരണം. ഇനി ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതാണ് എനിക്ക് ഉണക്കാൻ പറ്റാഞ്ഞത്. രണ്ട് സൈഡും വെന്തപ്പോൾ ഞാൻ കോരിയെടുക്കുന്നുണ്ട്.
അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് എണ്ണ കിടന്ന് ഇങ്ങനെ ഫ്രൈ ആവണം. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അധികം ടൈമൊന്നും ഉണ്ടാവില്ല, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. രണ്ട് സൈഡും അയക്കുന്ന കോരിയെടുക്കുന്നുണ്ട്. ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാ പപ്പടും ചുട്ടെടുത്തു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.